എല്ലാം ഈശ്വരന്റെ കയ്യിലല്ലേ മോളെ. പ്രാർത്ഥിക്കേ. ഇയാൾക്ക് ഇതെന്ത് പറ്റി? വലിയ വിനയം. പ്രാർത്ഥിക്കും മോളെ, പ്രാർത്ഥിക്കും. കുഞ്ഞിജി, ഇത്രയും നാളാക്കുന്ന നിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ. ഒന്നും സംഭവിക്കില്ല കുഞ്ഞിജി. ഈശ്വരൻ കരുണയില്ലാത്തവനല്ല. അവിടെ ഒരു ചത്തേവാമ ചത്താ മതിയായിരുന്നു. ഡോക്ടർ, എന്തായി? എങ്ങനെയുണ്ട് സത്യാമ്മയ്ക്ക്? ഡോക്ടർ പ്ലീസ് പറയൂ. ഒരു അശുഭ വാർത്ത പറയണേ ഈശ്വര. പ്രഷർ കൂടിയതാ. പിന്നെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ ഭയപ്പെടാനായിട്ടൊന്നുമില്ല. അല്ല ഡോക്ടറെ, ശരിക്കും പരിശോധിച്ചോ? മൂക്കിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു, അതാ. പ്രഷർ വല്ലാതെ ഷൂട്ട് ചെയ്യുമ്പം സംഭവിക്കുന്നതാ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. മറ്റൊരു പ്രശ്നമില്ല. ഭാഗ്യം, മഹാഭാഗ്യം. എനിവേ, ആള് കുറച്ചു നേരം ഒബ്സർവേഷനിലിരിക്കട്ടെ. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ ഡോക്ടർ. കുഞ്ഞിജി, ഫോൺ സത്യാമ്മയുടെയാ? മാഡം, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഫംഗ്ഷന് പോവാം. അത്രയും പേര് കാത്തു നിൽക്കുന്നതല്ലേ, നിരാശപ്പെടുത്തണ്ടായിരുന്നു. സമൂഹ വിവാഹത്തിന്റെ ചടങ്ങല്ലേ? അതെ. ഈശ്വര, സത്യമ്മയും കുഞ്ഞിജിയും കാണാതിരിക്കാൻ നീ വഴിയൊരുക്കിയതാണോ ഈ പ്രഷർ കയറ്റം? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, കുഞ്ഞിജി ആ ചടങ്ങിൽ പങ്കെടുക്കണം. അത് നല്ല കാര്യമല്ലേ? ശരിയാ. അല്ലെങ്കിലും കണ്ണു തുറക്കുമ്പോ സത്യം എന്നെ കാണണ്ട. അതാ നല്ലത്. വൈകുമോ? ചിലപ്പോ. ഒരുപാട് തിരക്കുള്ള ആളല്ലേ. ഏയ്, 5-6 പെൺകുട്ടികളുടെ മംഗല്യഭാഗ്യ പ്രശ്നമല്ലേ, സമയത്ത് തന്നെ എത്തുമെന്ന എന്റെ പ്രതീക്ഷ.
ദാ വന്നല്ലോ. ഉള്ളത് പറയാലോ, പലരും പലതും പറയുമെങ്കിലും ഇത്രയും കൃത്യനിഷ്ഠയും കാര്യക്ഷമതയുമുള്ള ഒരു ഭരണാധികാരിയെ കണ്ടിട്ടില്ല. പെണ്ണുങ്ങളെ മാറ്റി നിർത്തുന്നവർക്കുള്ള മറുപടിയായി ഇത്. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. അതുള്ളതാ. ദയ, ദീനാനുകമ്പ, സഹാനുഭൂതി. ഇത്രയും അധികാരം ഉണ്ടെങ്കിലും ഈ കുട്ടിയെ കണ്ട് പഠിക്കണമെന്നാണ് എല്ലാവരും പറയുന്നേ. നമസ്കാരം ഉണ്ട് കേട്ടോ. നമസ്കാരം. ഞാനെത്ര ഭാഗ്യവതിയാണെന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയി. ഓരോ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും പൂമാലകളും ബൊക്കകളും കൊണ്ട് നിങ്ങൾ എന്നെ ആദരിക്കാനും മാത്രം പുണ്യപ്രവർത്തികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ജനസേവനം മാത്രമാണ് ഞാൻ ചെയ്യുന്നേ. അതാകട്ടെ എൻ്റെ രക്തത്തിൽ കലർന്നതാ, എൻ്റെ ജീവശ്വാസം. എനിക്ക് വേണ്ടി ചെണ്ടുകളും ഹാരങ്ങളും വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന പണം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കും. എന്തായാലും നിങ്ങളിതൊക്കെ വാങ്ങിപ്പോയില്ലേ, എന്ത് ചെയ്യാനാ? എന്നെ ആദരിച്ച് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. കളക്ടർ എന്തായാലും സമയത്തിനെത്തി. കളക്ടർ കീ. നമ്മുടെ കളക്ടർ ജനങ്ങളുടെ കളക്ടർ. കളക്ടർ കീ. കളക്ടർ കീ. നമ്മുടെ കളക്ടർ ജനങ്ങളുടെ കളക്ടർ. കളക്ടർ കീ. കളക്ടർ കീ. നമ്മുടെ കളക്ടർ ജനങ്ങളുടെ കളക്ടർ. കളക്ടർ കീ. കളക്ടർ കീ. ചടങ്ങ് നടക്കുന്നത് എവിടെയാ? ദാ അവിടെയാണ് മാഡം. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോ. ഞാനല്ല, അവിടെയാണ് ഇന്നത്തെ ശരിക്കുള്ള മുഖ്യാതിഥികൾ ഉപവിഷ്ടരായിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്ന് മംഗല്യഭാഗ്യം കിട്ടുന്ന 6 പെൺകുട്ടികളും അവരെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന 6 യുവാക്കളും. വരൂ മാഡം, അവരെല്ലാം കാത്തിരിക്കുക. എന്താ മാഡം? അല്ല, മേറും ക്ഷണിതാവാണല്ലേ? അത് മാഡം പ്രധാന പദവികൾ വഹിക്കുന്നവരെയും പ്രമുഖ കക്ഷികളുടെ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ഈർക്കിലി പാർട്ടിയില് 4 ആളുടെ ഭൂരിപക്ഷം ഉള്ളെങ്കിലും മേയറല്ലേ മാഡം, ക്ഷണിച്ചുപോയി. ഞാൻ മേയറെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ ഓൾഡ് ഫ്രണ്ട്സ്. ഞങ്ങളും വരാം മാഡം. വേണ്ട, ഇറ്റ്സ് സംതിങ് പേഴ്സണൽ. ഓ, എങ്ങനെ പോകുന്നു മേയറമ്മേ കാര്യങ്ങൾ? വലിയ തരക്കേടില്ലാതെ പോകുന്ന കളക്ടറമ്മേ. അത് ശരിയാവില്ലല്ലോടി. ഞാൻ വേറെ മറക്കണ്ട. അതാദ്യം മറന്നതേ നീയാ. പിന്നെ ഇപ്പൊ നീ പറഞ്ഞതിന് മറുപടിയായിട്ട് ഞാൻ പറയേണ്ടത്, നീ മേയറാണെങ്കിൽ ശാലിനി കളക്ടറാണെന്ന്. പക്ഷേ ഞാനങ്ങനെ പറയില്ല.
മേയറല്ല അമേരിക്കൻ പ്രസിഡന്റാണ് നീയെങ്കിലും നീ സുസ്മിതയാ. ശാലിനി. അതുകൊണ്ട് പദവി ഏതായാലും ശാലിനിക്ക് ഒരടി താഴെ നിൽക്കും നീ. നിന്നോടിതൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. സമന്മാരോട് വേണം മത്സരിക്കാനെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഇനിയൊരു 100 ജന്മം ജനിച്ചാലും സുസ്മിത ശാലിനിക്ക് തരപ്പടിക്കാരിയാവില്ല. എന്താ നിനക്കിപ്പോ പ്രശ്നം? പ്രശ്നം എനിക്കല്ലല്ലോ, നിനക്കല്ലേ? വർഷങ്ങളായിട്ട് എൻ്റെ വിഷ്ണുവായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടൽ എങ്ങനാടി സുസ്മിതേ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയായത്? അത് ശാലിനി, ലാൻഡ് സർവേ. ലാൻഡ് ആയാലും വാട്ടർ ആയാലും ഇനി അങ്ങനെ എന്തെങ്കിലും പോക്കൃത്തരത്തിന് മുതിർന്ന നീ പിന്നെ ഏറില്ല സുസ്മിത. നമുക്ക് ചുറ്റും പരന്നു കിടക്കുന്ന സൈബർ ലോകം എന്താണെന്നും ഒരു ജില്ലാ കളക്ടർക്കുള്ള സ്വാധീനം എന്താണെന്നും അറിയാലോ നിനക്ക്? അറിയാം. അതൊക്കെ ഓർമ്മ വെച്ചോണ്ട് ഇവിടെ ഒരു കോണിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം. വേണമെങ്കിൽ ആ കോണിൽ വേറെന്നൊരു ബോർഡും കൂടി തൂക്കിക്കും. എനിക്ക് പരാതിയോ പരിഭവോ ഒന്നുമില്ലെന്നേ. പിന്നെ എന്റെ വിഷ്ണുവേട്ടനെ ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു പോയത് നീ. ചിന്തിച്ചാൽ പറഞ്ഞല്ലോ, ശാലിനിക്കൊത്ത എതിരാളിയല്ല സുസ്മിത. നിന്നെ ഒതുക്കാനേ എനിക്ക് AK-47 കൈത്തോക്കോ ഒന്നും വേണ്ട. നേർപ്പിക്കാത്ത കീടനാശിനി മതി. അതും ഒരു കുപ്പി തികച്ചു വേണ്ട. ആഹാ, കളക്ടർ മേയർ ഇത്രയും നല്ല ക്ലോസ് ഫ്രണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരുപാട് ക്ലോസ് ആയ റിലേഷൻഷിപ്പ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ബന്ധം മുറിഞ്ഞു. ഓ, എത്ര ആഴത്തിലുള്ള ബന്ധമായിരുന്നെങ്കിലും ഇടയ്ക്ക് അത് അറ്റുപോയിരുന്ന നമ്മൾ ആരാണെന്നുള്ളത് മറ്റേയാൾ മറന്നുപോയെന്നിരിക്കും. ഓ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബന്ധം പുതുക്കുന്നതാ നല്ലത്. അതെ അത് വേണം. വരൂ. മാഡം, മാഡത്തിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിക്ക. ഡ്യൂട്ടി ടൈമിലെ കുന്നായ്മ കുത്തിത്തിരിപ്പും വേണ്ട. ഏയ് വേണ്ട അനുപല്ലവി, ഈ പറഞ്ഞതൊന്നും ഇല്ലെങ്കിൽ അവര് ശ്വാസം മുട്ടി മരിച്ചു പോവും. ചതിയും വഞ്ചനയും അവർക്ക് പ്രാണവായുവാ. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മുടെ സർക്കാരും അല്ല, കാലന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നാ. അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കാർക്കുമില്ല. എന്താ മാഡം? ഒന്നുമില്ല. എങ്കിൽ വരൂ. എടി, സമാധാനപ്പെടാൻ ഞാൻ പറഞ്ഞാൽ നീ എന്നെ ചാടി കടിക്കാൻ വരും. എന്നാലും ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ നീ ഒന്ന് ക്ഷമയോടെ കേൾക്ക്. എടി, ശാലിനി, വിഷ്ണു, സത്യഭാമ, ഈ 3 ചക്രത്തിൽ കറങ്ങുന്ന ഓട്ടോറിക്ഷയാണോടി നീ? ഒന്നുകിൽ അവര് ജയിച്ചെന്ന് പറഞ്ഞ് കരച്ചു, ഇല്ലെങ്കിൽ നീ തോറ്റെന്ന് പറഞ്ഞ് കരച്ചു. ഇങ്ങനെ അതൊരു കൊച്ച ജീവിതം പോകേണ്ടത്. ഇതൊരുമാതിരി മാനസിക രോഗമാണ്. നിനക്ക് ഈ മോട്ടിവേഷൻ ക്ലാസ്സാ കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. ശരി, ഞാൻ അടങ്ങിയേക്കാം. ഈ ലോകത്തിപ്പോ ഏതെങ്കിലും ഒരു കാര്യം, ഒരു കുഞ്ഞു കാര്യം
എനിക്ക് മനസ്സ് സന്തോഷിക്കാൻ പാകത്തിനുള്ള നടക്കുന്നുണ്ടെങ്കിൽ ചിറ്റപ്പൻ അത് പറ. ഉം. ആ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് തൽക്കാലം ഞാൻ തൃപ്തിപ്പെട്ടോളാം. എടി ഇപ്പോ ഉദാഹരണമായിട്ട് നിന്റെ വീട്ടുമുറ്റത്തിൽ പൂ വിരിഞ്ഞെന്ന് വിചാരിക്കാം. മനോഹരമായ ദളങ്ങൾ, ഗന്ധം, നിറം, അതിലേതെങ്കിലും ഒന്ന് നിന്റെ കാതിലോ കണ്ണിലോ മൂക്കിലോ പെടുന്നുണ്ടോ മോളെ? മുറ്റത്ത് വിരിഞ്ഞ പൂ ഒലക്ക. ചിറ്റപ്പൻ കൊള്ളാവുന്ന എന്തെങ്കിലും കാര്യം പറയുന്നല്ലേ ഞാൻ കരുതിയേ. ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ട്രെയിൻ അപകടം, ഭൂമി കുലുക്കം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. ശരി, എന്നാ നീ പിടിച്ചു. ഇവിടെ ഈ സമൂഹ വിവാഹത്തിന് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കേണ്ടിരുന്ന ആളാ നിന്റെ ഭാമാൻഡി. ആ ഭാമാൻഡി ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് കാറ് കേടായി. സമയത്ത് ഇങ്ങോട്ട് എത്താൻ ഒരു ഓട്ടോ നോക്കി നടക്കുന്നതിനിടയിൽ വെയിലെത്ത് തലയുറ്റി റോഡിൽ വീണു. ആഹാ, അത് കൊള്ളാലോ. ഇഷ്ടപ്പെട്ടില്ലേ? അതാണ്. കേൾക്കാൻ നല്ല സുഖമുണ്ട്. ബാക്കിയും കൂടെ പറ ചിറ്റപ്പാ. എടീ, ഇപ്പോ ഇതുവഴി IASന്റെ കൊമ്പും വെച്ചൊരുത്തി പോയില്ലേ? അവള് കാറിൽ വരുന്ന വഴിയാണ് ഈ തള്ളച്ച് വീട് കടന്നിരുന്നത്. അവൾ അതിനെ കളക്ടറുടെ കാറിൽ കുത്തി കയറ്റി ആശുപത്രി കൊണ്ടുപോയി കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. എന്നിട്ടെന്താ? എന്നിട്ടൊന്നുമില്ല. നിന്റെ ഭാമാനി കുറച്ചു കഴിഞ്ഞപ്പം കണ്ണു തുറന്നു കേട്ട. അപ്പോ ഇതൊക്കെ സംഭവിച്ചതാണോ? ആടി ഇങ്ങോട്ട് വരുന്ന വഴി. അപ്പോ നിന്റെ മനസ്സ് സന്തോഷിക്കാനുള്ള കുഞ്ഞു കാര്യങ്ങളും ആയോ? സന്തോഷിച്ചേനെ ചിറ്റപ്പാ. പക്ഷേ ക്ലൈമാക്സ് കൊണ്ടുപോയി തൊലച്ചു. അതാ കാര്യം. ആ തള്ള നടു റോഡിൽ പൊരി വെയിലത്ത് പച്ചവെള്ളം കിട്ടാതെ നരകിച്ച് ചാവണായിരുന്നു. അതായിരുന്നു പെർഫെക്റ്റ് ക്ലൈമാക്സ്. എടി, നീ മനസ്സ് കുറച്ച് പോസിറ്റീവായിട്ട് വെക്ക്. നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടപ്പാക്കാനുള്ള സാഹചര്യം പ്രകൃതി തന്നെ ഒരുക്കി തരുന്നല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇത്തിരി വൈകിയെങ്കിലും അവര് തന്നെ നിന്നെ സ്വീകരിക്കാൻ വരുന്ന കണ്ടില്ലേ? ഒന്ന് ക്ഷമ കാണിക്കടി, നിനക്കുള്ളതെല്ലാം കിട്ടും. ആരാടി ഇത്ര വലിയ VIP? അവളാ ചിറ്റപ്പാ സരോജ. നഗരസഭയിലെ ചൈന കോളനിക്കാരുടെ മെമ്പർ, പ്രതിപക്ഷ നേതാവ്. എന്ന് വെച്ചാൽ നിന്റെ പ്രധാന പ്രതിയോഗി. എടി, മേയറും പ്രതിപക്ഷ നേതാവും തമ്മിൽ പ്രത്യക്ഷത്തിൽ ശത്രുതയിലാണെങ്കിലും അവർക്കിടയിൽ ഒരു അന്തർധാര രൂപപ്പെടാറുണ്ട്. നിങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? എടി, എന്താ ചിറ്റപ്പാ? നീ ചോദിച്ച കേട്ടില്ലേ? നീ ഇവരുമായിട്ടുള്ള അന്തർധാര സജീവമല്ലേന്ന്. അതെ ചിറ്റപ്പാ, ആമഴഞ്ചാൻ തോട് വരെ നീളമുള്ള അന്തർധാര. വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കാം. എന്ത് ചെയ്യാനാ സരോജം? ദേ എന്റെ കൈയും കാലും വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. നീ പേടിക്കണ്ട പത്മാവതി, നമ്മൾ ഇവിടെ ഒരു പഴമ്പായൽ പൊതിഞ്ഞു കെട്ടി ആമയിഴഞ്ചൻ തോട്ടിലേക്ക് എറിയും. കുത്തൊഴുക്കല്ലേ, അറബിക്കടലിൽ ഏതെങ്കിലും തിമിംഗലത്തിന്റെ വായിലേക്ക് പൊന്തു. ആമയിഴഞ്ചാന്തോടോ? ചിറ്റപ്പനൊന്നും പറഞ്ഞ മനസ്സിലാവില്ല.
എന്നാ നമുക്ക് തുടങ്ങിയേക്ക സുസ്മിതേ. ആ എന്ത്? അല്ല, മീറ്റിംഗേ. സുസ്മിത എന്തോ തെറ്റിദ്ധരിച്ചു. വാ. ആഹാ, എന്തൊരു ഐശ്വര്യം, എന്തൊരു തറവാടുത്തം. ഇതാ സുസ്മിതയെ പറയുന്നത്. നമുക്ക് നല്ല കാലം വരുമ്പോ അതിനനുബന്ധമായി വേണ്ട കാര്യങ്ങളെല്ലാം ഒപ്പം വന്ന് ചേരുമെന്ന്. നീ വാ.